എങ്ങനെ സാധിക്കുന്നു അർജുനും ജാസ്മിനും ഒക്കെ ഇത്ര അടിപൊളിയായിട്ട് മറ്റൊരാളെ അവതരിപ്പിക്കാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത്രയും അടിപൊളിയായിരുന്നു അർജുൻ നോറയെ ചെയ്തതും അതുപോലെ ജാസ്മിൻ സിജോയെ ചെയ്തതും. മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ വരെ സിജോയുടെ അതേപടി ജാസ്മിൻ ചെയ്തു കേട്ടോ. ഒരു രക്ഷയിലായിരുന്നു. ചില കൗണ്ടറുകളും കമൻറ്റുകളും സംസാരവും ആംഗ്യവും എല്ലാം കണ്ട് ചിലപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സും ബിഗ് ബോസും ഒക്കെ തലതല്ലി ചിരിച്ചിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയായിരുന്നു. തുടക്കത്തിലൊക്കെ നോറ എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ അർജുന്. അപ്പം നമുക്ക് തോന്നും അർജുൻ ഇത് വലിയ ഒരു പരിചയമില്ലെന്ന്. അത് കഴിഞ്ഞ് അർജുൻ അങ്ങ് നോറയായിട്ട് ജീവിക്കുകയായിരുന്നു. അഭിനയിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചെറിയ കാര്യങ്ങൾക്ക് വരെ നോറ ഇങ്ങനെ കരഞ്ഞിട്ട് പോയിരിക്കുന്നതും ക്യാമറ നോക്കി എപ്പോഴും സംസാരിക്കുന്നതും ഓരോന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് അർജുൻ ആ ക്യാരക്ടർ ചെയ്തു. ഏറ്റവും മനോഹരമായി ചെയ്തത് അർജുനായിരുന്നു. നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ ജാസ്മിനെ പറയാം. ഇവർ രണ്ടും ഏകദേശം തുല്യം തന്നെയാണ്. എങ്കിലും നോറയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അർജുന് പെർഫോം ചെയ്യാൻ കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നു. സിജോടെ എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യാൻ അത്രയ്ക്കില്ല, എങ്കിലും കറക്റ്റായിട്ട് ജാസ്മിൻ അത് ചെയ്തു. കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ്. സിജോടെ മോനെ എന്നൊരു വിളിയുണ്ടല്ലോ ഇടയ്ക്ക്, ആ മോനെ വിളി. അതുപോലെ സിജോ തുടക്കം മുതൽ ഇപ്പം വരെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സിജോ പോലും ഓർക്കുന്നുണ്ടാവില്ല. വേറെ ആരും ഇത് ഇത്രയ്ക്കും ഓർത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സിജോ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജാസ്മിൻ ഓർത്ത് വെച്ച് തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. ശരിക്കും സിജോയ്ക്ക് ഞെട്ടിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇവളിതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ജാസ്മിൻ ഓരോരുത്തരെയും എന്തോരം ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ജാസ്മിൻ്റെ പെർഫോമൻസിലൂടെ മനസ്സിലാക്കും. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ഏറ്റവും ടോപ്പ് നമ്മുടെ അർജുനും അതുപോലെ ജാസ്മിനും തന്നെയായിരുന്നു.